ഇതാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിന്റെ ഒരു ദിവസത്തെ വാടക. പക്ഷെ ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ നമ്മള് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് സാധാരണക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ 20,000 തുടങ്ങി 30,000 രൂപ വരെ കൊടുത്ത് ബുക്ക് ചെയ്യുന്നവർക്ക് 2027 ജനുവരിയോട് കൂടെ ഇതിന്റെ ഉദ്ഘാടനം കഴിയുമ്പോൾ വേണമെങ്കിൽ താമസിക്കാം. ഒരു ദിവസം 20,000-നും 30,000-നും ഇടയിലുള്ള 2-3 പാക്കേജുകളുണ്ട്. അതിലിഷ്ടമുള്ള ഒരു പാക്കേജ് എടുത്തുകൊണ്ട് താമസിക്കാം. അത് മാത്രമല്ല കുറെ ഗിഫ്റ്റുകളും കൊടുക്കും അവർക്ക് അതിന്റെ കൂടെ. ഈ ചെറിയ എമൗണ്ടിലുള്ള ബുക്കിംഗ് എന്ന് വെച്ചാൽ ഒരു കാര്യം തുടങ്ങി വെക്കല്ലേ, അപ്പൊ അതിന്റെ കൂടെ നമുക്കൊരു കൂടുതൽ ആളുകൾ വരട്ടെ. അതിനുശേഷം ഇത് ഫുൾ സ്വിംഗിൽ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഏറ്റവും കുറച്ച് ചുരുങ്ങിയ വാടക $500, ഏറ്റവും കൂടിയ വാടക $1,000. 50,000-നും 1,00,000-നും ഇടയിലായിരിക്കും സീസൺ ഓഫ് സീസൺ ഒക്കെ അനുസരിച്ച് ഇതിന്റെ ഡെയിലി റെന്റ് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടി നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇതിന് എന്ത് വരുമാനം കിട്ടുന്നുള്ള ഏകദേശം രൂപ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കണക്ക് കൂട്ടാൻ കഴിയുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. ഓക്കെ, അപ്പൊ ഒരു ദിവസം നമുക്ക് ഒരു ആവറേജ് 25,000 രൂപ വാടക കൂട്ടാം. 25,000 രൂപ വീതം ഒരു ദിവസം വാടക കിട്ടുന്ന ഡെയിലി റെന്റ് 25,000 രൂപ. ഇപ്പൊ എന്ത് സാധനം 30 ദിവസം ഒരു മാസം പോകുന്ന നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. പകുതി കൊണ്ടിരിക്കും, ഒരു 15 ദിവസം. ഓക്കെ, 25,000 രൂപ വെച്ചൊരു 15 ദിവസം റെന്റിന് അവിടെ ഗസ്റ്റുകൾ താമസിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25,000 ഇൻറ്റു 15 ദിവസം, ഒരു 3.25 ലക്ഷം രൂപ ഒരു മാസത്തെ വരുമാനം. അതിൽ നിന്ന് നമുക്ക് 75,000 രൂപ ചെലവുകൾക്ക് പോട്ടെ. കറണ്ട് ബില്ല് അടക്കണം, മാനേജ്മെന്റ് എക്സ്പെൻസ് വരും, അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, പ്രൊമോഷൻസ് നടത്തണം, മെയിൻ്റെനൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും. ഇതിനെല്ലാത്തിനും കൂടി ഒരു 75,000 രൂപ മാറ്റി വെച്ചാലും ബാക്കി ഒരു 3 ലക്ഷം രൂപ ഉണ്ടാവും. അപ്പൊ എത്ര എമൗണ്ട് ആണോ അവിടെ ചെലവുകൾ കഴിച്ച് ബാക്കി ഉണ്ടാവുന്നത് അതിന്റെ 80% ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്കുള്ളതായിരിക്കും. ആരാണത് പൈസ മുടക്കി വാങ്ങുന്നത് അതിന്റെ ആൾക്ക് ഇതിന്റെ 80% എമൗണ്ട് കൊടുക്കും. ബാക്കി 20% ഇത് മാനേജ് ചെയ്യുന്ന കമ്പനിക്ക്, അതായത് ഞങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ 3 ലക്ഷം രൂപയാണ് ഒരു മാസം അവിടെ എല്ലാ ചെലവും കഴിച്ച് ബാക്കി വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം റൗണ്ട് ഫിഗർ പറഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപ ഇതിന്റെ ഉടമസ്ഥനും ബാക്കിയുള്ളത് കമ്പനിക്കും ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പൊ ഒരു മാസം 2.5 ലക്ഷം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം 2.5 ലക്ഷം ഇൻറ്റു 12 മാസം കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 30 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷത്തെ വരുമാനം. ഒരു വർഷം 30 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 5 കൊല്ലം കൊണ്ട് എത്രയായി? 1.5 കോടി രൂപ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഇന്നത്തെ വിലയ്ക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 3 മുതൽ 5 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ഇത് വാങ്ങാനായിട്ട് നിങ്ങൾ ചെലവഴിച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. 3 to 5 ഇയറിനുള്ളിൽ തിരിച്ചു കിട്ടും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ബെനിഫിറ്റ്, ടൂറിസം ബെനിഫിറ്റ് അഥവാ റെന്റൽ ഇൻകം. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന് കിട്ടുന്ന അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആണ്. അതായത് ഇതിലൊരു ചന്ദന മരങ്ങൾ 16 എണ്ണം ഉണ്ട്. ഒരു ചന്ദന മരത്തിന് 10 മുതൽ 15 വർഷം കൊണ്ട് നമുക്ക് മുറിച്ചു വെക്കാം. 10 മുതൽ 15 വർഷം കൊണ്ട് അത് മുറിച്ചു വെക്കുന്ന സമയത്ത് അതൊരു 50 സെന്റിമീറ്റർ വണ്ണോ ഒരു 20 അടി ഹൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊരു ഏകദേശം 200 കിലോ തൂക്കം വരും. ആ 200 കിലോ തൂക്കം വരുന്ന മരത്തിന്റെ ഏകദേശം 10% നമുക്ക് അതിന്റെ ഹാർഡ്വുഡ് കാതൽ കിട്ടും. എന്ന് ഏകദേശം 20 കിലോത്തോളം. പിന്നെ ചന്ദനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ചന്ദനത്തിന്റെ എല്ലാ പാർട്സിനും കിലോന് റേറ്റ് കിട്ടും, ഇല ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സിനും. അതായത് ഇതിന്റെ കാതൽ, വേര്, വെള്ള, തൊലി, അകത്ത തൊലി, പുറത്ത തൊലി, പല വണ്ണത്തിലുള്ള കൊമ്പും ജില്ലകൾ, ഇത് മുറിക്കുമ്പോണ്ടാകുന്ന പൊടി, ഇതിനെല്ലാത്തിനും കിലോന് റേറ്റ് കിട്ടും. കിലോന് 25,000 രൂപ തുടങ്ങി 350 രൂപ വരെ ആയിരിക്കും ഓരോരോ പാർട്സിന്റെ റേറ്റ് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഒരു ചന്ദനമരം വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് ഏകദേശം 8 ലക്ഷം രൂപയാണ് ഇപ്പൊ മുറിച്ചു വിറ്റാൻ കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ നട്ടിട്ടുള്ള മരങ്ങൾ മുറിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന 10 മുതൽ 15 വർഷത്തിനുള്ളിലാണ് അത് മുറിച്ചു വെക്കുക. അപ്പോഴേക്കും ഒരു 3 മടങ്ങ് വില കണക്കാക്കിയാൽ തന്നെ ഒരു മരം ഏകദേശം 25 ലക്ഷം രൂപയും. 25 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു 5 സെന്റ് സ്ഥലത്ത് 16 മരങ്ങൾ, 16 ചന്ദനമരം ഇൻറ്റു 25 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 കോടി രൂപയോളം നമുക്ക് ചന്ദനത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം. ഈ 4 കോടി കിട്ടിയില്ലെങ്കിൽ പകുതി കിട്ടിയാൽ 2 കോടി കൂടി. അപ്പൊ അതാണ് ഇതിന് കിട്ടുന്ന അഗ്രികൾച്ചർ ബെനിഫിറ്റ്, രണ്ടാമത്തെ ബെനിഫിറ്റ്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്, പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നത്. ഇത് വാങ്ങിയപ്പോ കാണുന്ന അദ്ദേഹത്തിന് ഡോക്ടർ ഖാദർ ഫ്രം ട്രിവാൻഡ്രം, അദ്ദേഹം സയന്റിസ്റ്റ് ആണ്. നമ്മുടെ ഒരു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടും. യെസ്, അദ്ദേഹം ട്രിവാൻഡ്രത്താണ്, ബാംഗ്ലൂരിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് അദ്ദേഹം. നമ്മുടെ ഒരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോ ഞാനപ്പോ അദ്ദേഹത്തിന് ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു. അതുപോലെ കുറെ പേരുണ്ടല്ലോ ഇവിടെ സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ള
ഇവിടെ നമ്മള് യെസ് രാജൻ യെസ് ഓക്കെ രാജൻ ഗി വർഗീസ് ജസ്റ്റ് ഒന്ന് എഴുന്നിട്ട് ആൾക്കാർ ഓക്കെ 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 ഒരു ക്ലാപ്പ് കൊടുക്കും. എവിടെ ലിറ്റി ആൻഡ് അഭിലാഷ് യെസ് ഒന്ന് തിരിഞ്ഞു പോയിക്കോളൂ. ദമ്പതികൾ അവരും സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ തനിച്ച് വാങ്ങിയിട്ടുള്ള? ഓക്കെ ഞാൻ സമയം എടുക്കില്ല. കുറെ പേരുണ്ട് എനിക്കറിയാം. ഏകദേശം എനിക്ക് തോന്നുന്നത് 100-ലധികം പേര് ഇന്നിവിടെ തനിച്ചും ഷെയർ ആയിട്ടൊക്കെ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ആരാ? അദ്ദേഹം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കോട്ടേജ്. ഇത് ഇദ്ദേഹത്തിന് വാടകയ്ക്കും കൊടുക്കാം, വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം. അപ്പൊ തുടക്കത്തിൽ അദ്ദേഹം ഒരു 1-2 വർഷമൊക്കെ വാടകയ്ക്ക് കൊടുത്തു. വാടകയ്ക്ക് കൊടുത്ത് അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വർഷത്തിൽ ഒരു 30 ലക്ഷം 40 ലക്ഷം വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് തോന്നി ഇത് വിൽക്കണം തോന്നി, വേണമെങ്കിൽ വിൽക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടുന്നൊരു അപ്രീസിയേഷൻ ഉണ്ട്. അപ്രീസിയേഷൻ നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഇപ്പോ ഈ പ്രോപ്പർട്ടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് 15 മാസം മുമ്പാണ് ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തത്. 15 മാസം മുമ്പ് ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തപ്പോ ഈ 5 സെന്റും ഈ ഒരു കോട്ടേജിന്റെ റേറ്റ് എന്ന് പറയുന്നത് 45 lakhs, 45 ലക്ഷം രൂപയാണ്. 45 ലക്ഷം രൂപയ്ക്കാണ് അന്ന് കൊടുത്തത്. ലോഞ്ചിങ് ഓഫർ ആയിട്ട് കൊടുത്തത് 45 ലക്ഷം. അത് മാത്രമല്ല, ലോഞ്ച് ചെയ്ത ദിവസം കല്ലിടൽ ചടങ്ങിന്റെ അന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് 45 ലക്ഷം രൂപയ്ക്ക് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ഉണ്ടായിരുന്നു. 45 ലക്ഷം രൂപ 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ഇത് പിന്നെ നെക്സ്റ്റ് മന്ത് പണി തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ വില 45 50 ലക്ഷം ആക്കി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് 60 ലക്ഷം ആക്കി, 70 ലക്ഷം, 75 ലക്ഷം, 85 ലക്ഷം, 90 ലക്ഷം, 1 കോടി, 1.10, 1.4. ഇപ്പൊ അത് 1.5 കോടിയിൽ എത്തിയിരിക്കണം ഇപ്പോഴത്തെ വില. ഇതിന്റെ ഓഗസ്റ്റ് 1-ാം തീയതി തുടങ്ങി 2 കോടിയാണ് റേറ്റ്. കഴിഞ്ഞു, അതോടെ തീരെ ഇനി വിൽക്കാനില്ല. നിസ്സാരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ 1.5 കോടി രൂപയാണ് ഇപ്പൊ നിലവിലുള്ള വില. അപ്പൊ എന്താ സംഭവിച്ചത്? 15 മാസം കൊണ്ട് 45 ലക്ഷം രൂപയിൽ നിന്ന് 1.5 കോടിയിലേക്ക് ഇതിന്റെ വർധനവുണ്ടായി. അപ്പൊ 45 ലക്ഷം രൂപക്ക് ഇത് വാങ്ങിയ ആള് ഇന്ന് ആൾക്ക് വിൽക്കാം. ആളല്ല ഇതിന്റെ ഉടമസ്ഥ. ആൾക്ക് കിട്ടുന്ന ലാഭം എത്ര? ഏകദേശം 350% ഗ്രോത്ത്. അതായത് 3.5 മടങ്ങ് വില ഓൾറെഡി ഇപ്പൊ തന്നെ കൂടിക്കഴിഞ്ഞു. ശരി, ഇതോടെ അവസാനിക്കുന്നുണ്ടോ ഇതിന്റെ വില വർധനവ്? ഇനി ഇതിന്റെ വില വർദ്ധിക്കാൻ പോണ എങ്ങനെയാ? ഇനി ഇതിന്റെ വില വർദ്ധിക്കാൻ പോണത് ഇപ്പോ നമ്മളെ ഖാദർ സാറ് ഈ പ്രോജക്റ്റ് എടുത്തു, പ്രോപ്പർട്ടി വാങ്ങി. ഒരു 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വരുമാനം കിട്ടുന്നുണ്ടോ അതിന് പ്രൂഫ് ആയി കഴിഞ്ഞാൽ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇദ്ദേഹത്തിന്റെ ഈ കിട്ടുന്ന റെന്റൽ ഇൻകത്തിന്റെ എല്ലാ മാസത്തെയും സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ. ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകൾ ഇവിടെ വന്ന് നിങ്ങളുടെ സമയമോ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം കമ്പനി ചെയ്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റും പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. നിങ്ങൾക്ക് യാതൊരുവിധ ഓവർഹെഡും ഇല്ല. വേണമെങ്കിൽ വർഷത്തിൽ 15 ദിവസം അവിടെ ഒന്ന് ഫ്രീ ആയിട്ട് താമസിക്കാം. അപ്പോ അത്രേ ഉള്ളൂ. നിങ്ങളുടെ വാങ്ങുന്ന ആളുകൾക്ക് ആകെയുള്ള എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആധാരം കൊണ്ടുപോയി വീട്ടിൽ വയ്ക്കുക. വേണമെങ്കിൽ വർഷത്തിൽ 15 ദിവസം വന്ന് ഫ്രീ ആയിട്ട് താമസിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഇപ്പോ 45 ലക്ഷത്തിന് വാങ്ങിയവരും 1.5 കോടിക്ക് വാങ്ങിയവരും ഒരു 2 വർഷം കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടി വിൽക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാൻ പോകുന്ന വില എത്രയായിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് വർഷത്തിൽ 30 ലക്ഷം രൂപ അല്ലെങ്കിൽ മാസം 2.5-3 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് എത്ര രൂപ വില പറയാൻ പറ്റും? റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എളുപ്പത്തിൽ അറിയാൻ പറ്റും. ആരെങ്കിലും ഉണ്ടോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന? ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യോ. ഒരു മാസം 2.5 ലക്ഷം രൂപ വാടക കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷം 30 ലക്ഷം രൂപക്ക് മുകളിൽ വാടക കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന്റെ വാല്യൂ എത്രയായിരിക്കും? 5 CR കിട്ടില്ല. ചുരുങ്ങിയത് 7 മുതൽ 12 കോടി വരെ വേണം. 7 കോടി മുതൽ 12 കോടി രൂപ വരെ വിലയുള്ള ഒരു പ്രോപ്പർട്ടിക്കാണ് ഒരു മാസം ഏവറേജ് 2.5 ലക്ഷം രൂപ വാടക കിട്ടുക. അപ്പൊ 2 വർഷം കഴിയുമ്പോ ഈ പറയുന്ന 2.5 ലക്ഷം അല്ലെങ്കിൽ വർഷത്തിൽ 30 ലക്ഷം കിട്ടുന്ന ഒരു പ്രൂഫ് ആയി കഴിഞ്ഞാൽ ഖാദർ സാറിന്റെ അടുത്ത് ചോദിക്കുന്നു, ഈ കോട്ടേജ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാം. എന്താ വില? 10 കോടി രൂപ അല്ലെങ്കിൽ 7 കോടി രൂപ. വേണ്ട, മിനിമം 5 കോടിയെങ്കിലും പറയാം.
അതാണ് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ. ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ബെനിഫിറ്റ്, പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ, റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്. ക്ലിയർ? ഇപ്പൊ 3 ബെനിഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ? ടൂറിസം ബെനിഫിറ്റ്, റെന്റൽ ഇൻകം, അഗ്രികൾച്ചർ ബെനിഫിറ്റ്, ചന്ദന മരത്തിൽ കിട്ടുന്ന വരുമാനം, മൂന്നാമത്തെ റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്, പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. അങ്ങനെ 3 ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ.